ഹലോ എവരിവൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ ബാക്കി യൂണിറ്റുകൾ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5ാമത്തെ യൂണിറ്റ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻവയോൺമെൻറ്റ് എന്താണ്, എക്കോസിസ്റ്റം എന്താണ്, ഫോറസ്റ്റ് റിസോഴ്സസ് എന്താണ്, അങ്ങനെ പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ അതിലെ 6ാമത്തെ യൂണിറ്റായ ബയോഡൈവേഴ്സിറ്റി, വാല്യൂ ആൻഡ് സർവീസസ് എന്ന ഈ ഒരു യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. സോ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് തിയറി ഒന്നും അങ്ങനെ ഒരുപാട് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ എക്സാം ഇങ്ങനെയാണ്, 1 വേർഡ് ടൈപ്പിലാണ് വരുന്നത്. സോ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അത്രയേ ഉള്ളൂ, വളരെ ചെറിയ കുഞ്ഞ് ചാപ്റ്റർ ആണ്. സോ നമുക്ക് എന്താ പഠിച്ചാലോ. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്താണ്? ബയോഡൈവേഴ്സിറ്റി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണല്ലേ. ജൈവ വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ ജൈവ വൈവിധ്യം, ഇതിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ ജൈവ വൈവിധ്യം? പല വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മളുടെ കേരളം എന്ന് പറയാറുണ്ട്. നമ്മൾ കേരളത്തിനെ കുറിച്ചൊക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം ഒരുപാട് തരത്തിലുള്ള ഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റികൾ സമ്പുഷ്ടമായിട്ടുള്ള ഒരു നാഷനാണ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ് ഈ ഒരു ബയോഡൈവേഴ്സിറ്റി? നമ്മളുടെ ഇന്ത്യയിൽ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. ഇപ്പം മൃഗങ്ങൾ ഏതൊരു കാറ്റഗറി എടുത്താലും പലതരത്തിലുള്ള സ്പീഷീസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ അനിമൽസ് എടുത്താൽ പലതരത്തിലുള്ള അനിമൽസ് ഉണ്ട്. പ്ലാന്റ്സ് എടുത്താൽ എണ്ണിയാൽ തീരാത്ത ലക്ഷക്കണക്കിന് ടൈപ്പ് പ്ലാന്റ്സ് ഇന്ത്യയിലുണ്ട്. അതിപ്പോൾ അഗ്രികൾച്ചർ എടുത്താലും ഒരുപാട് ടൈപ്പ് അഗ്രികൾച്ചർ ക്രോപ്പുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അല്ല. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് ഈ ഒരു സ്പീഷീസ് ഒക്കെ വരുന്നത്, ഈ പലതരത്തിലുള്ള ഇതിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. Biodiversity refers to all the different leaves that can be found on the earth, as well as the communities that they form and habitats in which they live. The Earth Summit held in Rio de Janeiro in the year 1992 defined biodiversity as the variability among living organisms from all sources, including inter alia, terrestrial, marine and other aquatic ecosystem and ecological complexities of the which they are part. ഇപ്പം ഞാൻ പറഞ്ഞത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതായത് ദ വേരിയബിലിറ്റി among living organism from all sources. ഈ ഒരു സെന്റൻസ്, ഈ ഒരു ക്യാപ്ഷൻ പറഞ്ഞത് ആരാണെന്ന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരാണ് പറഞ്ഞത്? റിയോ ഡെ ജനൈറോ എന്ന വ്യക്തിയാണ് 1992 പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് പറഞ്ഞത് ആരാണ്, അത് പറഞ്ഞത് ഏത് വർഷത്തിലാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. സോ ഇതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? So biodiversity is the variety and variability of life on earth and includes a number of types of plants and animals existing in an area in natural environment. അപ്പോൾ ഈ ഒരു ഭൂമിയിൽ നമ്മൾ ഇന്ത്യയിൽ മാത്രം ഒരുപാട് ടൈപ്പ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, അനിമൽസ്, ഇതൊക്കെ പലതരത്തിൽ ഈ ഒരു എർത്തിലുണ്ട്, ഭൂമിയിൽ മാത്രമുണ്ട്. അപ്പോൾ ഇതിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഒരുപാട് സ്പീഷീസ് ഉണ്ട്, അനിമൽസ് ആണെങ്കിൽ പല ടൈപ്പ് വെറൈറ്റി അനിമൽസ് ഒക്കെ ഉണ്ട് അല്ലേ. വന്യമൃഗങ്ങൾ പലതരം, നാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ പലതരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റികളെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇതാണ് പഠിക്കാനുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഒരു 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ ലെവലിൽ വരാത്ത ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ മേ ബി 1ാമത്തെ ഓപ്ഷനോ 2ാമത്തെ ഓപ്ഷനോ ആയിരിക്കും. അപ്പോൾ അത് ആൻസർ ചെയ്താൽ നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം? ജസ്റ്റ് ബയോഡൈവേഴ്സിറ്റിയുടെ ലെവൽസ് ഏതൊക്കെയാണെന്ന് പേരുകളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സോ 3 ലെവൽസ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഒന്ന് ജനറ്റിക് ഡൈവേഴ്സിറ്റി, 2ാമത്തേത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, 3ാമത്തേത് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അങ്ങനെ 3 ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണുള്ളത്. മേ ബി എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ട് ഇതിലെ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ എ ജനറ്റിക് ഡൈവേഴ്സിറ്റി, ഓപ്ഷൻ 2 സ്പീഷീസ് ഡൈവേഴ്സിറ്റി, 3 എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, 4ാമത്തെ ഓപ്ഷൻ വരുന്നത് ആൾ ഓഫ് ദ എബോവ് ആയിരിക്കും. അപ്പോൾ അതിൽ ഉത്തരം ഏതായിരിക്കും? ആൾ ഓഫ് ദ എബോവ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും. ഈ ഒരു മെത്തേഡിൽ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞു പോവാം. refers to the total number of genetic characteristics in the genetic makeup of a species.
It is the sum of the genetic information that is contained in the genes of individual plants, animals, and microorganisms. It helps a species in getting adapted to the changing environment. അതായത് ജനറ്റിക് ബേസിൽ ബയോഡൈവേഴ്സിറ്റി കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതിനെയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അത്ര അറിഞ്ഞിരുന്നാൽ മതി, ഒരുപാടൊന്നുമില്ല. സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇത് സ്പീഷ്യസ് ബേസിൽ is the number of species and the abundance of each species living at a place. അത് പലതരത്തിൽ ഇപ്പോൾ എന്താണ് ഈ ആനിമൽസിൽ പലതരത്തിലുള്ള സ്പീഷ്യസുകളുണ്ട്. അപ്പോൾ അങ്ങനെ സ്പീഷ്യസ് ബേസിൽ ബയോഡൈവേഴ്സിറ്റി കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതിനെയാണ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദർ ആർ അബൌട്ട് 12.5 million ഡിഫറെൻറ്റ് സ്പീഷ്യസ് ആർ ദർ ഓൺ ദ എർത്ത്, ഇൻക്ലൂഡിങ് 4,500 സ്പീഷ്യസ് ഓഫ് മാമൽസ്. ഓക്കെ, നമ്മളുടെ എർത്തിൽ എത്ര മില്യൺ സ്പീഷ്യസ് ആണുള്ളതെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് ചോദിക്കൂ കേട്ടോ. ഏതാണ് ഡിജിറ്റൽ ആയിക്ക് വരുന്നത്. സോ 12.5 മില്യൺ സ്പീഷ്യസ് ആണ് എർത്തിലുള്ള സ്പീഷ്യസിൻ്റെ എണ്ണം. ഇതിൽ 4,500 വരുന്നത് മാമൽസ് ആണ്, പിന്നെ 10,000 വരുന്നത് ബേർഡ്സ് ആണ്, 22,000 ഫിഷും 2.7 lakh സ്പീഷ്യസ് ഓഫ് പ്ലാന്റ്സ് ഓൺ ദ എർത്ത്. സോ ഈ ഒരു സംഖ്യ ഒന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അതായത് 12.5 മില്യൺ സ്പീഷ്യസ് നമ്മുടെ എർത്തിലുണ്ട്. ഓക്കെ, അതിൽ 4,500 സ്പീഷ്യസ് വരുന്നത് മാമൽസ് ആണ്, അതായത് ഈ മനുഷ്യരൊക്കെ. 10,000 വരുന്നത് ബേർഡ്സ് ആണ്. 10,000 വ്യത്യസ്ത തരത്തിലുള്ള ബേർഡ്സ് ഭൂമിയിലുണ്ട്. 22,000 വ്യത്യസ്ത തരത്തിലുള്ള ഫിഷ് ഭൂമിയിലുണ്ട്. 2.7 lakh ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സ്പീഷ്യസ് ഓഫ് പ്ലാന്റ് എർത്തിലുണ്ട്. ഈ ഒരു സംഖ്യ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു അടുത്ത് കൊടുത്തിട്ടുള്ള എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിയാണ്. മീൻസ് ദ വേരിയേഷൻ ഇൻ എക്കോസിസ്റ്റം ഇൻ എ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അത് ആവാസ വ്യവസ്ഥ. ഒരു ഇപ്പം എല്ലാ ആനിമൽസിനും ഒരു ലൊക്കാലിറ്റിയിൽ താമസിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഈ കടലിൽ മാത്രം ജീവിക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പോൾ ഫിഷിനെ കൊണ്ട് നമ്മൾ കരയിലിട്ട് അതിനെ ജീവിക്കാൻ പറ്റില്ല. അല്ല, ഇനിയിപ്പോൾ ഈ ഹിമക്കരടി ഉണ്ട്. ഹിമക്കരടിയുടെ സ്പെഷ്യാലിറ്റി എന്തിനാണ്? അതിനെ ഈ ഒരു തണുപ്പത്ത് മാത്രമേ, ആ ഒരു മഞ്ഞുള്ള സ്ഥലത്ത് മാത്രമേ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ ഓരോ ആവാസ വ്യവസ്ഥ അനുസരിച്ചും സ്പീഷ്യസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് വെള്ളത്തിൽ ജീവിക്കുന്ന സ്പീഷ്യസ് ഓഫ് ഓർഗാനിസംസ് ഒരു കാറ്റഗറി. അതിൽ വെള്ളത്തിൽ ജീവിക്കുന്ന എന്തൊക്കെ വരും? ഫിഷ് വരും, അല്ലെങ്കിൽ ഈ മുതല, അതൊക്കെ വെള്ളത്തിൽ ജീവിക്കുന്നതാണ്. പിന്നെ ഈ ചില ചെടികൾ, കടൽ സസ്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം, പിന്നെ തിമിംഗലം, വലിയ വലിയ സ്രാവുകൾ, വലിയ വലിയ മീനുകൾ, ഇങ്ങനെ ലോട്ട്സ് ഓഫ് ഓർഗാനിസംസ് കടലിൽ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നുണ്ട്. ഇനി തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം ജീവിക്കുന്ന മറ്റ് ചില ഓർഗാനിസംസും ഉണ്ട്. അങ്ങനെ ഓരോ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ചും ബയോഡൈവേഴ്സിറ്റീനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നമ്മൾ പഠിച്ചു. 1 ജനറ്റിക് ഡൈവേഴ്സിറ്റി, 2 സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി, 3 എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. 3 മനസ്സിലായല്ലോ. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പഠിക്കണമെന്നില്ല, പോയിന്റ്സ് മാത്രം പഠിച്ചു വയ്ക്കുക. ഓൾസോ നമ്മുടെ ഭൂമിയിൽ എത്ര സംഖ്യ വെച്ചാണ് ഓരോ സ്പീഷ്യസ് ഉള്ളതെന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. വേറെ തിയറി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതേ നമുക്ക് പഠിക്കാനുള്ളത് ദ ബയോ ജിയോഗ്രാഫിക് സോൺസ് ഓഫ് ഇന്ത്യ ആൻഡ് ദയർ ബയോഡൈവേഴ്സിറ്റി. India is classified into the following 10 ബയോജിയോഗ്രാഫിക് സോൺ. അപ്പോൾ ജിയോഗ്രാഫിക്, നമ്മളുടെ ഈ ചുറ്റും കാണുന്ന പ്രകൃതിയെ ബേസ് ചെയ്ത് 10 തരത്തിൽ ഇന്ത്യയുടെ ബയോജിയോഗ്രാഫിക് സോണുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തത് ട്രാൻസ് ഹിമാലയസ് ആണ്. ഹാസ് ആൻ ഏരിയ ഓഫ് അബൌട്ട് 1.86 lakh square kilometer, covering mainly Ladakh and Lahul Spiti, and its altitude lies between 4,500 and 600 meters sea level. It has a fragile ecosystem because of its difficult climate. അപ്പോൾ അടുത്ത എക്സാമിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ വന്നു, എന്താണ് ട്രാൻസ് ഹിമാലയയിലെ എക്കോസിസ്റ്റം എന്താണ്? ഓപ്ഷൻ കൊടുത്തിരിക്കും. അതിൽ ആൻസർ എന്തായിരിക്കും? ഫ്രാഗൈൽ എക്കോസിസ്റ്റം ആയിരിക്കും ട്രാൻസ് ഹിമാലയസിൽ വരുന്നത്. അതിൽ തന്നെയുള്ള വേറെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. 1.86 lakh സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ട്രാൻസ് ഹിമാലയ, ആ ഒരു പർവ്വത നിരകൾ
പരന്ന് കിടക്കുന്നത് 1.86 lakh കിലോമീറ്റർ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ, അപ്പോൾ അണ്ടർലൈൻ ചെയ്ത് പോയാൽ മതി. എക്സാം ടൈം ആകുമ്പോൾ ആ ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തതിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ആൾസോ ഹാവ് വേൾഡ്സ് റിച്ചസ്റ്റ് വൈൽഡ് ഷീപ്പ് ആൻഡ് ഗോട്ട് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഈ ഒരു പർവ്വത നിരകളുടെ അടുത്ത സ്പെഷ്യാലിറ്റിയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഷീപ്പ്, ഈ ആടുകൾ, പിന്നെ ആട്ടിൻ കുഞ്ഞുങ്ങൾ, ഗോട്ട് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ട്രാൻസ് ഹിമാലയസിലായിരിക്കും കേട്ടോ. സോ അതിൽ ഈ 3 പോയിന്റ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്നേതാണ് 1.86 കിലോമീറ്റർ ലാക്ക് സ്ക്വയർ കിലോമീറ്റർ പരന്നാണ് ട്രാൻസ് ഹിമാലയസ് കിടക്കുന്നത്. രണ്ടാമത്തത് ഫ്രാഗിൾ എക്കോസിസ്റ്റം ആയിരിക്കും. പിന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഗോട്ട് ഷിപ്പ് കമ്മ്യൂണിറ്റീസ് നമുക്ക് കാണാൻ പറ്റുന്നത് ട്രാൻസ് ഹിമാലയസിലായിരിക്കും. ഓക്കെ, അങ്ങനെ ഒന്നാമത്തെ സോൺ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ സോൺ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ സോണ് ദ ഹിമാലയാസ്. എന്താണ്? ഹിമാലയൻ മലനിരകൾ. ദിസ് സോൺ ഹാസ് മൗണ്ടൻ റേഞ്ചസ് ഇൻ ഇന്ത്യ ഓഫ് അബൌട്ട് 2000 kilometers and it is the longest and highest mountain range which is a home of a number of species. അപ്പോൾ ഹിമാലയൻ മലനിരകൾ എല്ലാവർക്കും അറിയാവുന്ന മലനിരകളാണ് അല്ലേ. മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പ്ലേസ് ആണ്. മഞ്ഞും വരും, ഇടയ്ക്ക് മഞ്ഞ് പോയി നല്ല വേറെ ലുക്കും ആവാറുണ്ട്. ഓക്കെ, സോ അത് 2000 കിലോമീറ്റർ ആണ് പരന്ന് കിടക്കുന്നത് ഇന്ത്യയിൽ. ഓക്കെ, അത് പോയിന്റ് ആണ് കേട്ടോ. ഹിമാലയൻ മലനിരകളുടെ ആ ഒരു ലെങ്ത് ചോദിക്കാം, എത്ര ഇതിലാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ 2000 കിലോമീറ്ററിലാണ് ഹിമാലയൻ മലനിരകൾ കിടക്കുന്നത്. സോ തൊട്ട് മുൻപ് നമ്മൾ പഠിച്ച സോണ് ദ ട്രാൻസ് ഹിമാലയ ആയിരുന്നു. ഇപ്പൊ പഠിക്കുന്നത് ഹിമാലയൻ ആണ്. അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. അടുത്ത ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് ആൻഡ് ഹൈയസ്റ്റ് മൗണ്ടൻ റേഞ്ച്. ഏതാണ്? ഹിമാലയൻ ആണ് ലോകത്തിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റും ഹൈയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത്. സോ അടുത്ത ചോദ്യം എക്സാമിന് മേ ബി ഇങ്ങനെ ചോദിച്ചേക്കാം, ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് ലോങ്സ്റ്റ് ആൻഡ് ഹൈയസ്റ്റ് മൗണ്ടൻ റേഞ്ച് എന്ന് ചോദിച്ചേക്കാം. കഴിഞ്ഞ തവണത്തെ എക്സാമിന് ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഹിമാലയനാണ് ഉത്തരം വരുന്നത്. പിന്നെ എൻഡമിസം ഈസ് ഫൗണ്ട് ടു ബി വെരി ഹൈ ഇൻ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓഫ് ദിസ് സോൺ. അപ്പോൾ എൻഡമിസം ഈ ഒരു സോണിലെ പ്ലാന്റ്സിലും ആനിമൽസിലും കൂടുതലായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ അടുത്ത എക്സാമിന് മേ ബി ഇങ്ങനെ ചോദിക്കാം, ഇതിൽ തന്നിട്ടുള്ള സോണുകളിൽ ഏറ്റവും കൂടുതൽ എൻഡമിസം കാണുന്ന സോൺ ഏതാണ്? ഹിമാലയൻ പർവ്വത നിരകളിലുള്ള പ്ലാന്റ്സിലും ആനിമൽസിലുമാണ് കൂടുതലായിട്ട് എൻഡമിസം കാണാൻ പറ്റുന്നത്. സോ അതിൽ നമ്മളൊരു 3 പോയിന്റ് പഠിച്ചല്ലേ. ഇത്രയൊക്കെ പഠിച്ചാൽ മതി കേട്ടോ. പോയിന്റ് വൈസിൽ കൂടുതലൊന്നും ആവശ്യമില്ല. സോ നമുക്ക് നെക്സ്റ്റ് സോൺ നോക്കാം. മൂന്നാമത്തെ സോണാണ് ദ ഇന്ത്യൻ ഡെസേർട്ട്. ഇന്ത്യസ് താർ ഡെസേർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റ് വിച്ച് കവേഴ്സ് വെസ്റ്റ് ഗുജറാത്ത് ആൻഡ് വെസ്റ്റ് രാജസ്ഥാൻ. അപ്പോൾ വെസ്റ്റ് ഗുജറാത്തും വെസ്റ്റ് രാജസ്ഥാനും കവർ ചെയ്യുന്ന സോൺ ഏതാണ്? ചോദ്യം ചോദിക്കും. ഏതാണ്? ദ ഇന്ത്യൻ ഡെസേർട്ട്. ഡെസേർട്ട് എന്താണ്? മരുഭൂമികൾ ഇന്ത്യയിൽ കൂടുതൽ കാണുന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ സ്ഥലങ്ങളിലാണ് അല്ലേ. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന സോണ്, ജിയോഗ്രാഫിക്കൽ സോണ് വരുന്നത് ഡെസേർട്ട് ആണ് കേട്ടോ. ദ താർ ഡെസേർട്ട് ഹാസ് ഡെസേർട്ട് ഫോഴ്സ്, ഡെസേർട്ട് കാറ്റ്, ഇങ്ങനെയുള്ള ജീവജാലങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെസേർട്ട് ഫോക്സ്, ഡെസേർട്ട് കാറ്റൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന സോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡെസേർട്ട് ഫോക്സ്, ഡെസേർട്ട് കാറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതൊക്കെ ഡെസേർട്ടിലാണ് കാണുന്നതെന്ന്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞ് ചോദിച്ചിട്ടുള്ളത് പ്രൊസോഫിസ് ഷിനാരിയ, അക്കാസിയ ജക്മൊണ്ടിലി, സൽവഡോറ ഒളിയോഡിസ് എക്സെട്ര ആർ സം ഓഫ് ദ കോമൺ ട്രീസ് ഫൗണ്ട് ഇൻ ദ ഇന്ത്യൻ ഡെസേർട്ട്. അപ്പോൾ അടുത്ത് മേ ബി ഇങ്ങനെ ചോദ്യം ചോദിച്ചേക്കാം, ഇന്ത്യൻ ഡെസേർട്ടിൽ കാണുന്ന ചെടി ഇതിൽ ഏതാണ് എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ചെടികളുടെ പേര് കൊടുത്തിട്ട് ഒരു പ്രൊസോഫിസ് സിനാരിയ ആയിരിക്കും മേ ബി ഓപ്ഷൻ 3. അങ്ങനെയാണെങ്കിൽ ആൻസർ അറിയായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സോണൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ സോണിൽ കാണുന്ന ചെടികളുടെ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അത്രയും മതി. സോ നാലാമത്തെ സോണ് നോക്കാം. ദ സെമി arid regions have a climate receiving precipitation below its potential evaporatization. അടുത്ത ചോദിച്ചേക്കാം, ഇതിൽ തന്നിട്ടുള്ള സോണിൽ ഏത് സോണിലാണ് ട്രാൻസ്മിഷനെ കാണും പ്രസിപ്പിറ്റേഷൻ കുറവ് കിട്ടുന്ന സോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് സെമി ആരിഡ് എന്ന സോണിലാണ് പ്രസിപ്പിറ്റേഷൻ കുറച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻ ഇന്ത്യ ദിസ് സോൺ ഹാസ് ആൻ ഏരിയ ഓഫ് അബൌട്ട്
5.08 lakh സ്ക്വയർ കിലോമീറ്റർ. സോ അടുത്ത ചോദ്യം ചോദിക്കും, ഇന്ത്യയിൽ 5.08 ലാക്ക് സ്ക്വയർ കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന സോൺ ഇതിൽ ഏതാണ്? ഇത് സെമി ആരിഡ് സോണാണ്. 5 ലക്ഷത്തിന് മുകളിൽ സ്ക്വയർ കിലോമീറ്ററിൽ കിടക്കുന്ന സോണ്. സോ അതിലത്രയേ ഉള്ളൂ കേട്ടോ, 2 പോയിന്റ് പഠിച്ചാൽ മതി. സോ 5ാമത്തെ സോൺ നോക്കാം, ദ വെസ്റ്റേൺ ഗാട്സ്. വെസ്റ്റേൺ ഗാട്സ് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കുഞ്ഞിലെ പഠിച്ചു വന്നിട്ടുള്ളതാണ്. വെസ്റ്റേൺ ഗാട്സിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. ഇത് എക്സാമിന് മിക്കപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന്? ഇതിൽ ഏതിനെയാണ് വിളിക്കുന്നത്, ഏതിനെയാണ് എന്താണ് പറയുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ട് കുറച്ചധികം മൗണ്ടെയിൻസിന്റെ പേരുകളൊക്കെ കൊടുത്തിരിക്കും. ഹിമാലയ കൊടുത്തിരിക്കും, പിന്നെ വേറെ ആംസും മനക്കാടുകളൊക്കെ കൊടുത്തിരിക്കും കേട്ടോ ഓപ്ഷനിൽ. അതിലുള്ള ഉത്തരം എന്താണ്? വെസ്റ്റേൺ ഗാട്സിനെയാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. കവറിങ് ഏരിയസ് ടോട്ടലിങ് അബൌട്ട് 1.60 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ. അപ്പോൾ ഇന്ത്യയിൽ 1.6 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ വെസ്റ്റേൺ ഗാട്സ് പരന്നു കിടക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. തന്നിട്ടുള്ള ഓപ്ഷനിൽ വെസ്റ്റേൺ ഗാട്സിന്റെ സ്ക്വയർ കിലോമീറ്റർ, എത്ര ഭൂമിയിലാണ് വെസ്റ്റേൺ ഗാട്സ് പരന്നു കിടക്കുന്നതെന്ന് ചോദ്യം വരും. ഉത്തരം എന്താണ്? 1.6 ലാക്ക് ആണ് കേട്ടോ. 1/3 ഓഫ് ഇറ്റ്സ് ഏരിയ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ വെസ്റ്റേൺ ഗാട്സിന്റെ 1/3 ഭാഗം എന്താണ്? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. കണ്ടൽ കാടുകൾ ആല് നിറഞ്ഞ പോർഷനാണ് വെസ്റ്റേൺ ഗാട്സിന്റെ 1/3 ഭാഗം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് വെസ്റ്റേൺ ഗാട്സിൽ പഠിക്കാനുള്ളൂ. അതിൽ മെയിൻ പോയിന്റ് നമ്മൾ പഠിച്ച എന്താണ്? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നാണ് വെസ്റ്റേൺ ഗാട്സിനെ വിശേഷിപ്പിക്കുന്നത്. 1.6 ലാക്ക് സ്ക്വയർ കിലോമീറ്ററിലാണ് ഇന്ത്യയിൽ ഇത് പരന്നു കിടക്കുന്നത്. ഓൾസോ എവർഗ്രീൻ ഫോറസ്റ്റ് വെസ്റ്റേൺ ഗാട്സിന്റെ 1/3 ഭാഗത്തിൽ നമുക്ക് കാണാൻ പറ്റും. സോ അടുത്തുള്ളത് സോൺ 6 ആണ് കേട്ടോ. സോൺ 6 എന്ന് പറയുമ്പോൾ Deccan Peninsula. It covers about 43% of the total area of India. ഇതിനെന്താണ്? ഇന്ത്യയുടെ 43% ഇന്ത്യയുടെ ആ ഒരു ഭൂപ്രകൃതി എടുത്താൽ 43% നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഡെക്കാൻ പെനിൻസുലേനെയാണ് കേട്ടോ. അതെന്ന് പറയുമ്പോൾ 14.21 ലാക്ക് സ്ക്വയർ കിലോമീറ്ററിലാണ് ഡെക്കാൻ പെനിൻസുല പരന്ന് കിടക്കുന്നത്. സോ അതിൽ നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് ഇതേ ഉള്ളൂ. സോ ഒരു 43%, ഒരു പകുതിയോളം ഇന്ത്യയുടെ ലാൻഡ് വരുന്നത് ഇതാണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആനിമൽസ്, പിന്നെ ഈ ബാർക്കിൻ ഡിയർ, എലിഫൻസ്, അങ്ങനെയുള്ള എല്ലാത്തിനെയും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അടുത്ത സോണ് ദ ജെൻജാൻറ്റിക് പ്ലെയിൻ ആണ്. ദ ജെൻജാൻറ്റിക് സോൺ കംപ്രൈസസ് ദ മോസ്റ്റ് ഫെർട്ടൈൽ പാർട്ട് ഇൻ ദ വേൾഡ്, സപ്പോർട്ടിങ് എ ഹ്യൂജ് ഹ്യൂമൻ പോപ്പുലേഷൻ ആൻഡ് കവറിങ് 3.59 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ. അപ്പോൾ ജാൻജറ്റിക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വേൾഡിലെ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡാണ് ജെൻജാറ്റിക് പ്ലെയിൻ. മീൻസ് ഈ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഒക്കെ ഫെർട്ടൈൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ജെൻജാൻറ്റിക് പ്ലെയിൻ. അപ്പോൾ ഇന്ത്യയിൽ എടുത്താൽ അതിൽ 3.5 ലാക്കാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ ജെൻജാൻറ്റിക് പ്ലെയിൻ സ്ഥിതി കൊള്ളുന്നത്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അതിൽ 1 പോയിന്റ് ഒക്കെ വെച്ചേ ഉള്ളൂ കേട്ടോ എല്ലാ സോണിലും നമുക്ക് പഠിക്കാനായിട്ട്. സോ അടുത്ത സോൺ നമുക്ക് നോക്കാം, ദ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. ദിസ് ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഹിമാലയ മൗണ്ടെയിൻസ് ആൻഡ് ദ പെനിൻസുലർ ഇന്ത്യ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പെനിൻസുലർ ഇന്ത്യ 40, ഡെക്കാൻ പെനിൻസുല 43% ഇന്ത്യയിൽ പരന്ന് കിടക്കുന്നതെന്ന്. ഇന്ത്യയുടെ ആ ഒരു 43%ഓളം ഡെക്കാൻ പെനിൻസുലയാണ്. അപ്പോൾ ഈ ഒരു പെനിൻസുലാറും ഹിമാലയൻ മലനിരകളും യോജിക്കുന്ന ആ ഒരു ജോയിന്റ് വരുന്ന ആ ഒരു ബോർഡർ പ്ലേസിനെയാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ പറയല്ലോ വെസ്റ്റേൺ ഇന്ത്യ, നോർത്തേൺ ഇന്ത്യ, ഈസ്റ്റേൺ ഇന്ത്യ, അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റ് ഇന്ത്യനെ ആ ഒരു 2 സംഭവങ്ങളും വരുന്ന ബോർഡർ ഏരിയയാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ കേട്ടോ. സോൺ 9 ദ ഐലാൻഡ്സ്. ഐലാൻഡ്സ് അറിയാമായിരിക്കുമല്ലോ, വെള്ളം ചുറ്റും വന്നിട്ട് ആ ഇടയിൽ ഭൂമി വരുന്ന പ്ലേസുകളെയാണ് ഐലാൻഡ്സ് എന്ന് പറയുന്നത്. മീൻസ് ലക്ഷദ്വീപ്, ഇതൊക്കെ ഐലാൻഡ്സുകളാണ്. ഇറ്റ് കംപ്രൈസസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഇൻ ബേ ഓഫ് ബംഗാൾ ആൻഡ് ലക്ഷദ്വീപ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ കേരളത്തിലും ഉണ്ട് ഒരുപാട്, കൊല്ലം റീജിയനിലൊക്കെ ഐലാൻഡ്സുകളുണ്ട്. മീൻസ് ആ ഒരു ലാൻഡ് ഉണ്ടാവും, പക്ഷെ ആ ലാൻഡിന് ചുറ്റും വെള്ളമായിരിക്കും. അബൌട്ട്
2200 സ്പീഷീസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഹിയർ. ഐലാൻഡ് ആണെങ്കിലും അവിടെ 2200 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചേക്കാം, ഐലാൻഡ്സിൽ എത്ര നമ്പർ ഓഫ് സ്പീഷീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്? 2200ഓളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് നമുക്ക് ഐലാൻഡ്സിൽ പ്ലാന്റ് സ്പീഷീസ് ആണ് കേട്ടോ. വിവിധ തരത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഫൈനൽ സോൺ നമ്പർ 10, ദ കോസ്റ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ. കോസ്റ്റ് ലൈൻ, കോസ്റ്റ് ഹെൽപ്പ് ലൈൻ, അല്ലെങ്കിൽ കോസ്റ്റൽ ആർമി, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തീരപ്രദേശങ്ങളെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ മഴയൊക്കെ കൂടുന്ന സമയത്ത് പറയും കോസ്റ്റ് ലൈനിനെ ബന്ധപ്പെടുക. മീൻസ് ഇപ്പോൾ ആരെങ്കിലും കടലിൽ ഒഴുക്കിൽപ്പെട്ടാലൊക്കെ നമ്മൾ ഫസ്റ്റ് വിളിക്കേണ്ടത് ഈ കോസ്റ്റൽ ഗാർഡുകളെയാണ്. അവരെയാണ് ഈ കാര്യം പറയാനായിട്ട് വിളിക്കുക. തീരപ്രദേശം, അതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ലൈൻ സ്ട്രെച്ചസ് ടു അബൌട്ട് 7,500 kilometers, of which about 5,700 kilometers is on the mainlands. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കടലുണ്ട്. നമ്മൾ കേരളത്തിലാണെങ്കിലും ഓൾമോസ്റ്റ് പല ജില്ലകളിലൂടെയും ഈ ഒരു കടൽ തീരങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ. കടൽ തീരങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിൽ 7,500 കിലോമീറ്റർ തീരപ്രദേശങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, so is on the mainland. Eastern side is the Bay of Bengal and south there are Gulf of Mannar and the Indian Ocean. അപ്പോൾ ഈ നമ്മളുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിൽ അറേബ്യൻ സീ ആണ് കാണാൻ പറ്റുന്നത്. ഈസ്റ്റേൺ സൈഡിലാണെങ്കിൽ ബേ ഓഫ് ബംഗാൾ കാണാൻ പറ്റും. പിന്നെ there are സൗത്തിൽ ഗൾഫ് ഓഫ് മാനാർ, ഇന്ത്യൻ ഓഷ്യൻ എന്നീ ഓഷ്യൻസ് നമുക്ക് ഇന്ത്യയുടെ ചുറ്റും കാണാൻ പറ്റും. ഒരു 3-4 തരത്തിലുള്ള ഓഷ്യൻസ് ഇന്ത്യയുടെ ചുറ്റും കാണാൻ പറ്റുന്നുണ്ട്. സോ അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, ഇന്ത്യയിൽ കോസ്റ്റ് എത്ര ദൂരത്തിലാണ് സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നതെന്നാണ്. 7,500 കിലോമീറ്റർ കോസ്റ്റ് ഉണ്ട് കേട്ടോ. കോസ്റ്റ് മീൻസ് തീരപ്രദേശം. സോ 10 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോണുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ മേ ബി ഇതിൽ ഫുള്ളെടുത്താൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ജിയോഗ്രാഫിക് സോൺ, ഇന്ത്യയുടെ ബയോ ജിയോഗ്രാഫിക് സോണുകളെന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ഹിമാലയം ഉണ്ട്, ട്രാൻസ് ഹിമാലയസ് ഉണ്ട്, ഇന്ത്യൻ ഡെസേർട്ട് ഉണ്ട്, സെമി ആരിഡ്, വെസ്റ്റേൺ ഗാർഡ്സ്, കോസ്റ്റ്, ഐലാൻഡ്സ്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ജൻജാൻറ്റിക് പ്ലെയിൻ, ഡെക്കാൻ പെനിൻസുല, ഇങ്ങനെയുള്ള പോയിന്റ്സുകളാണെങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അതിലെത്രയേ ഉള്ളൂ പഠിക്കാൻ, ഒരുപാടൊന്നുമില്ല. ഇനിയുള്ളത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആർ ഏരിയാസ് വിച്ച് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് റിസർവിയർ ഫോർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ആർ ആൾസോ ത്രെട്ടൻഡ് വിത്ത് ഡിസ്ട്രക്ഷൻ. അത് മീൻസ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബയോഡൈവേഴ്സിറ്റി എന്താണ്? ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സ്പീഷ്യസ് ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസ്. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ മനുഷ്യരാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ കാടെടുക്കാം. ഇന്നത്തെ കാലത്ത് വനവും മനുഷ്യർ കൈയടക്കാൻ പോകുന്നുണ്ട് അല്ലേ. അവിടെ ചെന്നിട്ട് വന്യജീവികളെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് മനുഷ്യർ ചെന്നിട്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. കാരണം അവിടെയുള്ള ജീവജാലങ്ങളെ അവരുടെ സ്ഥലത്താണ് അവർ ജീവിക്കുന്നത്. വന്യജീവികൾ എവിടെയാണ്? കാട്ടിലാണ് ജീവിക്കുന്നത്, വനത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ മനുഷ്യർ അങ്ങോട്ട് ചെന്നിട്ട് അവർ ഡിസ്റ്റർബ് ചെയ്തിട്ട് ആ സ്ഥലങ്ങളൊക്കെ കൈയടക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥലം ഡിസ്ട്രക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ഥലത്തിന് നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയാം. അങ്ങനെ മനുഷ്യനാൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥ സ്ഥലങ്ങളെയാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പഠിക്കേണ്ട ഒരു ചോദ്യം, there are 18 hotspots around the world. അങ്ങനെ മനുഷ്യനാൽ കൈയടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 18 പലതരത്തിലുള്ള ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ലോകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് 18 എന്ന് പറയുന്നത് നമ്മൾ പറയുമല്ലോ വലിയ ഹിമാലയൻ മലനിരകൾ. നമ്മളിപ്പോൾ അപ്പുറേ പോയിട്ട് ചെറിയൊരു കാട്ടിൽ പോയി കൈയടക്കിയാൽ അത് എണ്ണം വരില്ല. ഒരു വലിയ പ്ലേസിൽ നമ്മൾ പോയി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതൊരു ഹോട്ട്സ്പോട്ട് ആവും. അതിന് എക്സാമ്പിൾ പറയാം, നമ്മൾ ആമസോൺ കാടുകൾ അറിയാമായിരിക്കുമല്ലോ, റെയിൻ ഫോറസ്റ്റ് ഒക്കെ. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പീഷീസ് ഉള്ള ഒരു സ്ഥലമാണ് ആമസോൺ മലനിരകൾ.
ആ ഒരു കാട്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ ഫോറസ്റ്റ് ഫയർ ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആവും. കാരണം അത്രയും സ്പേസിൽ കിടക്കുന്ന ഒരു സ്ഥലത്തിൽ നമ്മൾ പോയിട്ട് ആ ഒരു സ്ഥലം ഇല്ലാതാക്കാൻ നോക്കുകയാണല്ലോ. അങ്ങനെയുള്ള 18 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ലോകത്തിൽ കാണാൻ പറ്റും. ഇത് എക്സാമിന് അതിൽ നിന്ന് സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ അടുത്ത് നമുക്ക് നോക്കാം. എ മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രി. ഇന്ത്യ ഈസ് ക്ലാസിഫൈഡ് ആസ് വൺ ഓഫ് ദ 17 മെഗാ ഡൈവേഴ്സ് കൺട്രീസ് ഇൻക്ലൂഡ് ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺ. അതായത് ഇന്ത്യനെ ആദ്യത്തെ 17 മെഗാ ഡൈവേഴ്സ് കൺട്രീസ്, പലതരത്തിലുള്ള സ്പീഷീസ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള കൺട്രീസിന്റെ ലിസ്റ്റ് എടുത്താലും ആദ്യത്തെ 17 ലിസ്റ്റ് എടുത്താൽ ഇന്ത്യയും ആ ഒരു കണക്കിൽ പെടുന്നുണ്ട്. അതിന്റെ കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആർ ഇൻ ഇന്ത്യ. ഇന്ത്യ ഹാസ് അബൌട്ട് 33% ഓഫ് എൻഡമിക് ഫ്ലോറ. ദർ ആർ 26 recognized endemism centers in India. India has 2 major realms and 3 biomes. India has 10 biogeographic centers. It is one of the tallest centers of origin of cultivated plants. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള സ്പീഷ്യസ് ഇന്ത്യയിലുണ്ട്. ഓൾസോ ഇന്ത്യയിൽ മാത്രം കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന 12 തരത്തിലുള്ള ക്രോപ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളുടെ കേരളത്തിലെടുത്താൽ ഈ ആപ്പിള്, മുന്തിരി ഇതൊന്നും എല്ലാ സ്ഥലങ്ങളിലും വളർന്നൊന്നും വരില്ല. എല്ലാ സ്ഥലങ്ങളിലെയും മണ്ണ് അതിന് യോജിച്ചൊന്നും വരില്ല. ഇന്നത്തെ കാലത്ത് അതിൽ വരുന്നുണ്ട്, വളമൊക്കെ ഇട്ടാൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തണുപ്പുള്ള ഇടുക്കിയിലൊക്കെ പോയാൽ അവിടെ ആപ്പിളൊക്കെ നന്നായിട്ട് വളരും. പക്ഷെ ഇടുക്കിയിൽ ആപ്പിൾ കൊണ്ടുവന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വളർത്തിയാൽ മേ ബി നല്ല രീതിയിൽ വളർന്നു വരില്ല. അതുപോലെയുള്ള 12 വ്യത്യസ്ത തരത്തിലുള്ള ക്രോപ്പുകൾ ഇന്ത്യയിൽ മാത്രമേ വളരത്തുള്ളൂ. ഓൾസോ ഒരുപാട് തരത്തിലുള്ള ബയോജിയോഗ്രഫിക് റീജിയൻസ് അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള സ്പീഷീസ് ഒക്കെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ജസ്റ്റ് ഫോർ അവയർനെസ് ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അതിൽ ചോദിക്കുന്ന സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എത്ര പെർസെൻറ്റേജ് എൻഡമിക് ഫ്ലോറയാണുള്ളത്? 33% ഓഫ് എൻഡമിക് ഫ്ലോറ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കേട്ടിട്ട് ബോറടിക്കാൻ സാധ്യതയുണ്ട്. ബോറടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നോട്ട് ഞാൻ തന്നിട്ടുണ്ടാവും, എൻവയോൺമെന്റൽ സ്റ്റഡീസിൻ്റെ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ നോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. മെസ്സേജ് ഇട്ടാൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. അതിലെ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സോ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എങ്കിലും നിങ്ങളുടെ അവയർനെസ്സിനാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററൊക്കെ പഠിക്കാനുള്ളത്. ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസ് പഠിച്ചു തുടങ്ങുമ്പോഴേ ടെക്സ്റ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്, ഫ്യൂച്ചർ ജനറേഷനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളതെന്ന്. കാരണം നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാവാനായിട്ട്. ഭൂമി ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സോ നിങ്ങൾക്കൊരു ബോധവൽക്കരണം തന്നാലല്ലേ ഫ്യൂച്ചർ ജനറേഷനൊക്കെ നല്ല രീതിയിൽ ഭൂമി കിട്ടുള്ളൂ. അതിനു വേണ്ടിയാണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് യൂസ് വാല്യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ യൂസ് വാല്യൂസ് എന്തൊക്കെയാണെന്നാണ് പഠിക്കാനുള്ളത്. വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി ക്യാൻ ബി ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് വാല്യൂ. 2 തരത്തിലുള്ള ബയോഡൈവേഴ്സിറ്റി വാല്യൂസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഇൻട്രിൻസിക് വാല്യൂ, മറ്റൊന്ന് എക്സ്ട്രിൻസിക് വാല്യൂ. പിന്നെ കുറച്ചധികം സബ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. നോൺ കൺസെപ്റ്റീവ് വാല്യൂ, അജസ്റ്റിക് വാല്യൂ, കൾച്ചറൽ ആൻഡ് റിലീജിയസ് വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അത് ഇന്ത്യയിൽ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള ഡിഫറെൻറ്റ് വാല്യൂസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇന്ത്യ എന്ന രാജ്യം എടുത്താൽ നമ്മൾ പറഞ്ഞു നേരത്തെ ഈ ഒരു പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നു. അതിലൊന്നാണ് റിലീജിയൻ പരമായിട്ടുള്ള മതപരമായിട്ട് ഒരുപാട് വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്ത്യയിൽ. അതായത് കുറച്ച് പേര് ഹിന്ദുക്കളാണ്, കുറച്ച് പേര് മുസ്ലിംസ് ആണ്, കുറച്ച് പേര് ക്രിസ്ത്യൻസ് ആണ്. ഇതിലല്ലാതെ വേറെയും മതക്കാർ ഇന്ത്യയിലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള റിലീജിയസ് വാല്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. കൾച്ചറൽ വാല്യൂ കാണാൻ പറ്റുന്നുണ്ട്. സാംസ്കാരികപരമായിട്ടുള്ള സ്വഭാവം പലതരത്തിലും പല ആൾക്കാർക്ക് പലതരത്തിലുള്ള സ്വഭാവമാണ്. പിന്നെ ലാംഗ്വേജുകളാണ്, ഡ്രസ് കോഡുകൾ വ്യത്യാസമാണ്, ഫുഡ് വ്യത്യാസമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള വാല്യൂകൾ നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ അവിടെ പഠിക്കാൻ. പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതായത് വാല്യൂസിൻ്റെ ലിസ്റ്റ് ചോദിച്ചാൽ നോൺ കൺസെപ്റ്റീവ് വാല്യൂ, അജസ്റ്റിക് വാല്യൂ, കൾച്ചറൽ ആൻഡ് റിലീജിയസ് വാല്യൂ, എത്തിക്കൽ വാല്യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഈ തന്നിട്ടുള്ള ലിസ്റ്റിൽ
ബയോഡൈവേഴ്സിറ്റിയുടെ യൂസ് വാല്യൂ വരാത്തത് ഏത്, അല്ലെങ്കിൽ ഈ തന്നിട്ടുള്ളതിൽ ബയോഡൈവേഴ്സിറ്റിയുടെ വാല്യൂ ഏത് എന്ന് ചോദിച്ചാൽ പോയിന്റ്സ് പഠിച്ചു വെച്ചിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിൽ ഒരുപാട് നമുക്ക് വാരി പിടിച്ച് പഠിക്കാനൊന്നുമില്ല, വൺ വേർഡ് ആണല്ലോ. സോ അങ്ങനെ പഠിപ്പിക്കാനായിട്ട് നമുക്കില്ല കേട്ടോ ഇതിൽ. ഓക്കെ, നമുക്കെങ്കിലും ഇത് ഇത്രയും പഠിച്ചതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2-3 വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, കാരണം ക്ലാസ് ഒന്നും ഇത് ഇങ്ങനെയുള്ള ഒരു ബോറൻ ചാപ്റ്റർ ആയതുകൊണ്ട് മനസ്സിലായില്ല എങ്കിലും നമുക്ക് ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു പോവാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടത് ബോറായിട്ട് തോന്നി അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എങ്കിലും ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഹൗ മെനി സ്പീഷീസ് ആർ ദർ ഇൻ ദ വേൾഡ്? വേൾഡിൽ എത്ര മില്യൺ സ്പീഷീസ് ആണ് ഉള്ളത്? ഉത്തരം എന്താണ്? ഇവിടെ കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 15.5 മില്യൺ, 12.5 മില്യൺ, 17.5 മില്യൺ, 22.5 മില്യൺ, അങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഉത്തരം ഏതാണ്? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. 12.5 മില്യൺ സ്പീഷീസ് ആണ് ലോകത്തുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മെഗാ ഡൈവേഴ്സ് കൺട്രീസ് ആർ ദെയർ? ഉത്തരം വരുന്നത് 17 ആണ്. കാരണം കുറച്ച് നമ്മൾ മുമ്പ് പഠിച്ചു 17 മെഗാ ഡൈവേഴ്സ് കൺട്രീസിൽ ഒന്നാണ് ഇന്ത്യ എന്ന് കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അടുത്ത ചോദ്യം, ദ 1992 എർത്ത് സമ്മിറ്റ് ഹെൽഡ് ഇൻ റിയോ ഡി ജനൈറോ. ഹൗ മെനി സ്പീഷീസ് ഓഫ് മാമൽസ് ആർ ദെയർ? അത് നമ്മൾ ആദ്യം പഠിച്ചു. ഇത്ര സ്പീഷീസ് ഉള്ളതിൽ ബേർഡ്സിൻ്റെ എണ്ണം ഇത്രയാണ്, പ്ലാന്റ്സിൻ്റെ എണ്ണം ഇത്രയാണ്, മാമൽസിൻ്റെ എണ്ണം ഇത്രയാണെന്ന് പഠിച്ചതിൽ മാമൽസിൻ്റെ എണ്ണം 4500 സ്പീഷീസ് ഓഫ് മാമൽസ് ആണ് ലോകത്തുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആർ ദെയർ? പിന്നെയും ചോദിച്ചിരിക്കുകയാണ്. ബേർഡ്സ് എത്രയാണ്? 10,000 സ്പീഷീസ് ഓഫ് 10,000-ഓളം സ്പീഷീസ് ഓഫ് ബേർഡ്സ് ലോകത്തുണ്ട്. ഇനി ഹൗ മെനി സ്പീഷീസ് ഓഫ് ഫിഷ് ആർ ദെയർ? ഫിഷിന്റെ സ്പീഷീസ് എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. 22,000-ഓളം ഫിഷ് സ്പീഷീസ്, മത്സ്യത്തിന്റെ സ്പീഷീസ് ലോകത്തിൽ കാണാൻ പറ്റും. ഹൗ മെനി സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആർ ദെയർ? പ്ലാന്റ്സ് എത്രയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. 2.70 ലാക്ക്, 2.7 ലക്ഷം കാണാൻ പറ്റും. ദ ട്രാൻസ് ഹിമാലയസ് ആർ ആൻ ഏരിയ ഓഫ്, ഇത് നമ്മൾ പഠിച്ചു വന്നപ്പോൾ പറഞ്ഞു ഈ ഒരു സോണ്, ഈ ഒരു ഹിമാലയൻ പർവ്വതനിരകളൊക്കെ എത്ര റീജിയനിലാണ് പരന്ന് കിടക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന്. അതുപോലെ ചോദിച്ചിരിക്കുകയാണ് ട്രാൻസ് ഹിമാലയയുടെ ഏരിയ ചോദിച്ചിരിക്കുകയാണ്. ഉത്തരം എന്താണ്? 1.86 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ. ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ട്രാൻസ് ഹിമാലയാസ് ലൈസ് ബിറ്റ്വീൻ 4,500 ആൻഡ് 6,000 മീറ്റർ സീ ലെവൽ. ദ ഹിമാലയൻ സോൺ ഹാസ് മൗണ്ടൈൻ റേഞ്ചസ് ഇൻ ഇന്ത്യ ഓഫ്. ഹിമാലയൻ സോണിന് എത്ര കിലോമീറ്റർ റീജിയനിലാണ് ഹിമാലയൻ മലനിരകൾ കിടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2000 കിലോമീറ്റർ ആണ് ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യസ് താർ ഡിസർട്ട് കവേഴ്സ്, അതായത് ഇന്ത്യയുടെ താർ ഡിസർട്ട് റീജിയൻ എവിടെയാണ് വരുന്നത്? അത് നമ്മൾ പഠിച്ചു, ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഇത് കവർ ചെയ്ത് കിടക്കുന്നതെന്ന്. ഗുജറാത്തും വെസ്റ്റ് രാജസ്ഥാനുമാണ് കേട്ടോ ഉത്തരം. വെസ്റ്റ് ഗുജറാത്ത് ആൻഡ് വെസ്റ്റ് രാജസ്ഥാൻ, അവിടെയാണ് മരുഭൂമികൾ നമുക്ക് കാണാൻ പറ്റുന്നത്. വിച്ച് ഈസ് നോട്ട് കോമൺലി ഫൗണ്ട് ഇൻ ദ ഇന്ത്യൻ ഡെസർട്ട്? ഈ തന്നിട്ടുള്ളതിൽ ഇന്ത്യൻ ഡെസർട്ടിൽ കാണാൻ പറ്റാത്ത ജീവി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ പ്രൊസോപ്പിസ് സിനാരിയ, അത് ഡെസർട്ടിലുണ്ട്, നമ്മൾ പഠിച്ചു. അക്കാസിയ ജക്കമൊണ്ടിലി, ഇതും ഡെസർട്ടിൽ കാണാൻ പറ്റും. പിന്നെ ഉള്ളത് സൽവാഡോറ ഒലിയോഡിസ്, ഇതും ഡെസർട്ടിൽ കാണാൻ പറ്റും. നാലാമത്തെ ഓപ്ഷൻ ദ റോസ് ബർഹി പൈൻ, പൈൻ മരങ്ങളൊന്നും ഡെസർട്ടിൽ കാണാൻ പറ്റില്ല. അപ്പൊ അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇൻ ഇന്ത്യ സെമി ആരിഡ് സോൺ ഹാസ് ആൻ ഏരിയ ഓഫ് അബൌട്ട്. സെമി ആരിഡ് സോൺ എത്ര ഏരിയയിലാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5.08 സ്ക്വയർ കിലോമീറ്റർ ആണ് കേട്ടോ. അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇന്ത്യൻ കോസ്റ്റ് ലൈൻ സ്ട്രക്ചേഴ്സ് ടു അബൌട്ട്. നമ്മൾ പറഞ്ഞു തീരപ്രദേശം ഇന്ത്യയിൽ എത്ര കിലോമീറ്റർ ആണ് തീരപ്രദേശം നീണ്ട് കിടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 7,500 കിലോമീറ്റർ ഓഫ് കോസ്റ്റ് റീജിയൻ, തീരപ്രദേശം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇത്രയും പഠിച്ചതിൽ ഞാൻ ഈ പറഞ്ഞ 10-15 ചോദ്യം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിൽ 1-2 ക്വസ്റ്റ്യൻ വെച്ചായിരിക്കും എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരു 5 ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാം, വൺ വേർഡ്. സോ ഇത് ഇപ്പോൾ പറഞ്ഞ വൺ വേർഡുകളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. സോ നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.